ഈ ഒരു യുണൈറ്റഡ് ടീമുണ്ടല്ലോ, ഇതിനെ ശരിക്കും നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ വിരോധികൾ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ശത്രുക്കൾ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ടീമാണ് ഇപ്പോഴത്തെ ഈ ഒരു യുണൈറ്റഡ് ടീം. ശരിക്കും നമ്മൾ യുണൈറ്റഡ് ടീമിനെ നോക്കി ഇവരുടെ പ്ലേയിങ് സ്റ്റൈൽ എന്താണ്? ഇവർ ട്രാൻസിഷൻ ഫുട്ബോളാണോ കളിക്കുന്നത്? എന്താ പറയുന്നത്, ഇവർ കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലാണോ കളിക്കുന്നത്? യാതൊരു സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഇവർക്ക് ഇല്ല. ശരിക്കും ടെൻ ഹാഗിൻ്റെ അണ്ടറിലെ ഈ ഒരു യുണൈറ്റഡ് ടീമിനൊരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇവർക്ക് ഇല്ല. ഈ ഒരു മാച്ച് നോക്കിയോ, ഈ ഒരു മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ പ്രോപ്പറായിട്ട് യുണൈറ്റഡ് ആ ഒരു ഫസ്റ്റ് ഫേസ് ബിൽഡപ്പ് ഫേസ് പ്രോപ്പറായിട്ട് യുണൈറ്റഡ് ബോൾ ബിൽഡ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് മര്യാദയ്ക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ മിക്കപ്പോഴും യുണൈറ്റഡിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ഫസ്റ്റ് ഫേസിൽ നിന്ന് സെക്കൻഡ് ഫേസിലേക്ക് പെട്ടെന്ന് ബോൾ എത്തിക്കുക, അവിടുന്ന് ആരെങ്കിലും ബോൾ ആർക്ക് കിട്ടുന്നു അവർ ആ ഒരു ഹോളിവുഡ് പാസിന് ട്രൈ ചെയ്യുക, ഫോർവേഡ്സിനെ ഫൈൻഡ് ചെയ്യുക, റാഷ്ഫോർഡ്, ഗർനാച്ചോ അല്ലെങ്കിൽ ഹോലൻഡിനെയൊക്കെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്ത് പെട്ടെന്ന് ഗോളിലേക്ക് അല്ലെങ്കിൽ ഗോൾ അടിക്കാനുള്ള ശ്രമം നടത്തുക. അത് ശരിക്കും ഓപ്പോസിഷൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നമുക്കെതിരെ ഗോൾ അടിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാറുള്ളൂ. നമുക്ക് ഗെയിം നോക്കിയാൽ അറിയാം, നമ്മൾ 3-ാമത്തെ മിനിറ്റിൽ നമ്മൾ സ്കോർ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്കോർ ചെയ്ത ഓപ്പർച്യൂണിറ്റി നോക്കിയാലും പെട്ടെന്ന് ഈ നമ്മുടെ ഗോൾ കീപ്പർ ഒനാന പെട്ടെന്ന് ഗർനാച്ചോയെ ഫൈൻഡ് ചെയ്യുന്നു. ഗർനാച്ചോ പെട്ടെന്ന് ബോളുമായിട്ട് ചെന്ന് പെട്ടെന്ന് പാസ് ബ്രൂണോയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൂണോ ആ ഒരു ഹോളിവുഡ് പാസിന് ട്രൈ ചെയ്യുന്നു, നേരെ റാഷ്ഫോർഡിനെ ഫൈൻഡ് ചെയ്യുന്നു. പിന്നെ റാഷ്ഫോർഡും ഹോയിലൻഡും ആ ഒരു റൺസ് മേക്ക് ചെയ്ത് ഫൈനൽ തേർഡിൽ അവരുടെ ആ ഒരു ലിങ്കപ്സ്, അതിൻ്റെ ഒടുവിൽ ഹോയിലൻഡിൻ്റെ ആ ഒരു വണ്ടർ ഗോൾ. ശരിക്കും പറഞ്ഞാൽ ഹോയിലൻഡിൻ്റെ ആ ഒരു ഫിനിഷിങ് അത് ഹാൻഡ്സ് ഡൗൺ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ മാച്ചിലെ ഏറ്റവും ഹൈലൈറ്റ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഹോയിലൻഡിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ്. അപ്പം നമ്മൾ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു 3rd മിനിറ്റിൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞ് 18-ാമത്തെ മിനിറ്റിലാണ് ടോട്ടനാം ഗോൾ തിരിച്ചടിക്കുന്നത്. അപ്പോൾ അതുവരെ ശരിക്കും എൻഡ് ടു എൻഡ് ഫുട്ബോൾ കളിക്കുക. കുറച്ച് യുണൈറ്റഡിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കിട്ടി. കാരണം ഡെസ്പറേറ്റ് ആയിട്ട് ടോട്ടനാമും അറ്റാക്കിന് വേണ്ടി വരികയാണ്. അവരും ബോഡീസ് മുന്നിലേക്ക് പുഷ് ചെയ്തത് കാരണം നമുക്കും സ്പേസസ് ഉണ്ട് ബാക്കിൽ റൺസ് മേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ രീതിയിൽ അറ്റാക്സ് നടന്നു. ആ ഒരു 18-ാമത്തെ മിനിറ്റിലെ ഗോളിന് ശേഷം ശരിക്കും ടോട്ടനാം കുറച്ചുകൂടെ റിലാക്സ് ആയി, അവർ പൊസഷൻ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്ത് അവർ ഗെയിമിൻ്റെ ടെമ്പോ ഒക്കെ കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്തു. അപ്പം ആ ഒരു സമയത്ത് ശരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന് ആ ഒരു ഗെയിമിൻ്റെ കൺട്രോൾ ടോട്ടനാം ഏറ്റെടുക്കുന്ന സമയത്താണ് നമ്മൾ പതറുന്നത്. ശരിക്കും പൊസഷൻ അവർ കൂടുതൽ വെക്കുന്നു, നമുക്ക് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിലിൽ നമ്മൾ പുറകിലേക്ക് പോകുന്നു. എറിക്സൺ ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും അറിയാം, ഇന്നത്തെ മാച്ച് ടോട്ടനാമിന് അവർ ബെറ്റർ ബോൾ പ്ലേയിങ് ടീം ആയത്, അല്ലെങ്കിൽ പൊസഷനിൽ നല്ല രീതിയിൽ യുണൈറ്റഡിനേക്കാളും ബെറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ആ ഒരു ഗെയിമിൻ്റെ കൺട്രോൾ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എറിക്സണെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേനും ഓഫ് ദ ബോളുള്ള എറിക്സൻ്റെ ആ ഒരു വർക്ക് റേറ്റ് അത് ശരിക്കും യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ യുണൈറ്റഡിനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്തു. കോബി മെനു പലപ്പോഴും എക്സ്പോസ് ആയി. കോബി മെനു ഇന്നത്തെ മാച്ചിൽ നമുക്ക് പുള്ളിയുടെ ഒരു ഓഫ് ഡേ എന്ന് പറയാവുന്നൊരു മാച്ച് തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച്. പക്ഷേ എറിക്സൻ്റെ കൂട്ടത്തിലായപ്പോഴത്തേനും അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു കാഠിന്യം കുറച്ചുകൂടെ കൂടിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ദ ബോൾ നമ്മുടെ വർക്ക് റേറ്റ് മോശം, അല്ലെങ്കിൽ ഗെയിമിൻ്റെ ടെമ്പോ താഴ്ത്തി ടോട്ടനാം കളിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ കൺസീഡ് ചെയ്ത ഗോളിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗോൾ സെറ്റ് പീസ് വഴി നമ്മൾ 18-ാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നു. റിച്ചാലിസൺ എപ്പോണക്കത്തെ വ്യക്തിയെ വരെ നമ്മൾ ഫോമിലാക്കും. അപ്പോൾ റിച്ചാലിസൺ ഗോൾ അടിക്കുന്നു. യുണൈറ്റഡിനെതിരെ എനിക്ക് തോന്നുന്നത് റിച്ചാലിസൻ്റെ ആദ്യത്തെ ഗോളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ കമൻറ്റിൽ ആൾക്കാർ അത് തിരുത്തുക. അപ്പം റിച്ചാലിസൺ ആ ഒരു കോർണറിൽ ഗോൾ സ്കോർ ചെയ്തപ്പോഴത്തേനും വേറൊരു കാര്യം കൂടെ പ്രൂവ് ആയി. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് പീസിൻ്റെ കാര്യത്തിൽ, അത് അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലായാലും സെറ്റ് പീസസ് യുണൈറ്റഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ നമ്മുടെ സെറ്റ് പീസ് കോച്ചായിട്ടുള്ള എറിക് റാംസി, സോൾഷെയറിൻ്റെ സമയത്ത് വന്ന എറിക് റാംസിക്ക് വീണ്ടും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് സെറ്റ് പീസസിന് അഗൻസ്റ്റായിട്ട് യുണൈറ്റഡ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും യുണൈറ്റഡിൻ്റെ ആ ഒരു ബോറിംഗ് ഫുട്ബോളിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അവരുടെ ആ ഒരു ഗോളിന് ശേഷമുള്ള ആ ഒരു ബോറിംഗ് ഫുട്ബോളിൻ്റെ ഇടയിൽ യുണൈറ്റഡ് ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ, അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ പ്രശ്നം അതാണ്, നമ്മൾ പർട്ടിക്കുലർ മൊമെൻറ്റ്സിൽ മാത്രം പെട്ടെന്ന് നല്ല രീതിയിൽ കളിച്ച് ഗോൾ സ്കോർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമുക്ക് പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇല്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് പ്ലേ ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ റാഷ്ഫോർഡും ഹോയിലൻഡും തമ്മിലുള്ള ഒരു ബെറ്റർ ലിങ്കപ്സും ഒക്കെ എൻഡ് ചെയ്തത് ശരിക്കും റാഷ്ഫോർഡിൻ്റെ ഒരു ഗോളാണ്. 40-ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡ് ഗോൾ സ്കോർ ചെയ്ത് 2-1 മുന്നിൽ എത്തി ആ ഒരു ഹാഫ് അവസാനിച്ച് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട്
ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ യുണൈറ്റഡ് വീണ്ടും കൺസീഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് ഏവൻസിനെ നോക്കിയാലും ജോണി ഏവൻസ് നമുക്കറിയാം പ്രായമായി, പുള്ളിയെ കൊണ്ട് ആ ഒരു ഡിഫെൻഡിങ് ബുദ്ധിമുട്ടുന്നത് നമ്മൾ ശരിക്കും ആ ഒരു ഗോളിൻ്റെ സമയത്ത് കണ്ടു. അതുപോലെ തന്നെ ഗോളിലുള്ള ഒനാനയുടെ കാര്യം നോക്കിയാൽ പുള്ളിയുടെ എഫേർട്ടുകൾ, കാരണം കുറച്ചുകൂടെ ബെറ്റർ എഫേർട്ട് നമ്മൾ ഒനാനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു മനുഷ്യനെ നമ്മൾ ഓൺ ദ ബോൾ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്നതാണ്. പുള്ളി ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ മോശമായി. അതുപോലെ തന്നെ പുള്ളിയുടെ ഷോട്ട് സ്റ്റോപ്പിങ്ങും, ഒരു നല്ലൊരു ഷോട്ട് നമ്മുടെ ഗോൾ പോസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഗോളാണ്. അപ്പോൾ അതാണ് ശരിക്കും അവസ്ഥ. ഒനാന ശരിക്കും ഈ മാച്ച് അറ്റൻഡ് ചെയ്യാതിന് മുന്നേ തന്നെ ആഫ്കോണിന് പോകുന്നതായിരുന്നല്ലോ. ഇതിലും ഭേദം നമ്മുടെ എനിക്ക് തോന്നുന്ന ബൈന്ദറായിരുന്നു. ഇതിലും മോശം എന്ത് കാണിക്കാനായിട്ടോ, ഇതിലും ഭേദം ബൈന്ദർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും യുണൈറ്റഡിൻ്റെ അക്രമ ഫുട്ബോൾ, ബോറിംഗ് ഫുട്ബോൾ, ഇരുത്തി നമ്മളെ അങ്ങ് ഉറക്കുന്ന തരത്തിലുള്ള, താരാട്ട് പാടി ഉറക്കുന്ന തരത്തിലുള്ള ഫുട്ബോൾ യുണൈറ്റഡ് പുറത്തെടുത്തു. എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ മാച്ച് കണ്ട് തീർത്തെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ഇന്നത്തെ മാച്ചിൽ മക്ടോമിനെ വന്നു, മിഡ്ഫീൽഡിൽ എറിക്സണിന് പകരം മക്ടോമിനെ കൊണ്ടുവന്നു. ആ ഒരു ഓഫ് ദ ബോൾ വർക്ക് റേറ്റിന് വേണ്ടി മക്ടോമിനെ കൊണ്ടുവന്നു. ഞാൻ കൂടുതലും കസമീറോയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ടെൻഹാഗ് മക്ടോമിനെയാണല്ലോ പുള്ളിയുടെ മാനസപുത്രൻ. സോ മക്ടോമിനെ കൊണ്ടുവന്നു. മക്ടോമിനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്ന കസമീറോടെ വരവായിരുന്നു ഗെയിം എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ കസമീറോ അല്ല വന്നത്, മക്ടോമിനെ വന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസിൽ ലിസാൻഡ്രോ മാർട്ടിനസ് വന്നു. ജോണി ഏവൻസിന് പകരം ലിസാൻഡ്രോ മാർട്ടിനസിന് എനിക്ക് തോന്നുന്നു 10-62 മിനിറ്റ് എന്തോ ആയപ്പോഴത്തേനുമാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസും നടത്തിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു 1-2 നല്ല കാര്യങ്ങൾ നടന്നു. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ റാഷ്ഫോർഡ് പുള്ളി ഗോൾ അടിച്ച സമയത്ത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പോൾ റാഷ്ഫോർഡ് പുള്ളിയുടെ ഗോൾ അടിച്ചപ്പോഴും പുള്ളി മറ്റേ നീ പറയടാ കാര്യം പുള്ളിക്കെതിരെ ഒത്തിരി വിമർശനങ്ങളുണ്ടല്ലോ. പുള്ളി മര്യാദയ്ക്ക് ഈ ഒരു സീസണിൽ പുള്ളി മര്യാദയ്ക്ക് കളിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പുള്ളിക്കെതിരെ വിമർശനങ്ങളുണ്ട്. അപ്പോൾ അതിനെതിരെ പറഞ്ഞാണ് നീയൊക്കെ ചിലക്കട എന്നുള്ള രീതിയിലുള്ള ആക്ഷൻസ് പുള്ളി ഒരു 3-4 മത്സരത്തിൽ അടുപ്പിച്ച് ഗോളൊക്കെ അടിച്ചതിന് ശേഷം ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. പക്ഷേ ഇത് ഇത്രയും നാളും ഗോൾ അടിക്കാതെ പെട്ടെന്നൊരു ഗോൾ അടിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ പുള്ളിയുടെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം സാഞ്ചോളിയൻ ഓൾറെഡി പോയി, മാർഷ്യൽ അവിടെ മാച്ച് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു, കൂട്ടത്തിൽ റാഷ്ഫോർഡ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ശരിക്കും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെയാണ് ഡ്രസ്സിങ് റൂമിൽ ആ ഒരു ടോക്സിറ്റിക്ക് ഏറ്റവും വലിയ കാരണം. അതുമാത്രമല്ല പുള്ളിയെ സബ് ചെയ്തപ്പം, റാഷ്ഫോർഡിനെ നിന്ന് സബ് ചെയ്തപ്പം പുള്ളി പോയിരുന്ന് അവിടെ നിന്ന് ഭയങ്കര ചീത്തവിളിയും ബഹളമായിരുന്നു. അത് 87-ാമത്തെ മിനിറ്റിലാണ് പുള്ളി സബ് ചെയ്യുന്നത്, അല്ലാതെ 60-ാമത്തെ മിനിറ്റിലോ 50-ാമത്തെ മിനിറ്റിലോ ഒന്നും അല്ല. അപ്പോൾ അത് മാത്രമല്ല ഗെയിം കഴിഞ്ഞപ്പം റാഷ്ഫോർഡിൻ്റെ ആറ്റിറ്റ്യൂഡ് വീണ്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പുള്ളി നേരെ കാണികളെ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ നേരെ പുള്ളി ടണലിലേക്ക് അങ്ങ് പോവുകയാണ്. ഇത് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് ഒന്ന് മാറി വരികയാണ്. അപ്പോൾ അടുത്തവന് ക്രിമികടി കയറിയിട്ടുണ്ട്. ഇതിനിയും എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ക്ലബിനെ ഈ ഒരു പരുവത്തിലേക്ക് എത്തിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് മിസ്സായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 94-ാമത്തെ മിനിറ്റിൽ ഗെയിം അവസാനിക്കാൻ ഒരു മിനിറ്റ് ഉള്ളപ്പോഴത്തേനും ഗർണാച്ചോ ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട് ബോക്സിലോട്ട്. ആ ക്രോസ് മക്ടോമിനെ ശരിക്കും പറഞ്ഞാൽ ആ ഗോൾ സ്കോർ ചെയ്ത് ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു വിന്നറൊക്കെ അടിച്ചെന്ന് ഒരു ഹീറോ ആകാനുള്ള നല്ലൊരു അവസരം പുള്ളി പാഴാക്കി കളഞ്ഞു. ആ ഒരു ഹെഡർ നേരെ ക്രോസ് ബാറിൻ്റെ മേളിൽ കൂടെ നേരെ പുറത്തേക്ക്. ശരിക്കും സ്പേഴ്സ് ഇന്നത്തെ ഗെയിം അവരൊരിക്കലും തോൽവി അർഹിക്കുന്നില്ല. 62-ാമത്തെ മിനിറ്റിൽ സെക്കൻഡ് ഹാഫിൽ 62-ാമത്തെ മിനിറ്റിൽ സ്റ്റാറ്റ്സ് കാണിക്കുന്നുണ്ട് ഓപ്പോസിഷൻ ബോക്സിലെ ടച്ചസിൻ്റെ കാര്യം. ആ സമയത്ത് യുണൈറ്റഡിന് 0 ടച്ചസാണ് 62-ാമത്തെ മിനിറ്റിൽ. സ്പേഴ്സിന് 16-17 ടച്ചസ് ആ സമയത്ത് ഓപ്പോസിഷൻ്റെ പെനാൽറ്റി ഏരിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സ്പേഴ്സ് ശരിക്കും നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തു. നമുക്ക് സ്റ്റൈൽ ഓഫ് പ്ലേ ഇല്ല, പാറ്റേൺ ഓഫ് പ്ലേ ഇല്ല, എന്താണ് കാണിച്ചു കൂട്ടുന്നത്, എന്തെങ്കിലും മൊമെൻറ്റ്സിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം. ഓരോ പർട്ടിക്കുലർ മൊമെൻറ്റ്സിൽ ആരെങ്കിലുമൊക്കെ ഹോളിവുഡ് പാസോ അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് അതുവഴിയാണ് നമ്മൾ ഗോളുകൾ സ്കോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബെറ്ററായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ജിം റാഡ്ക്ലിഫ് മാച്ച് കാണാനുണ്ടായിരുന്നു. പുള്ളിക്ക് തൃപ്തിയായി കാണും. അലക്സ് ഫെർഗ്യൂസൻ്റെ ഒക്കെ കൂട്ടത്തിലിരുന്ന് പുള്ളി മാച്ച് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മാച്ചിനെ പറ്റി യുണൈറ്റഡിൻ്റെ പെർഫോമൻസിനെ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.